വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു LED മിറർ ലൈറ്റ് എങ്ങനെ സിമ്പിളായി വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് കട്ടിംഗ് ഷോപ്പ് പോയിട്ട് നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത്, സർക്കിളാണോ, സ്ക്വയർ ആണോ, ഹെക്സഗൺ ആണോ, ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഡിസൈനിൽ മിനിമം 5 mm തിക്നെസ് ഉള്ള മിറർ ഗ്ലാസ് കട്ട് ചെയ്ത് മോൾഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു 18 ഇഞ്ചിൻ്റെ സർക്കിൾ മിററാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 18 ഇഞ്ചിനാണ് എടുത്തത്. നിങ്ങൾക്ക് 15 ആക്കാം, 20 ആക്കാം. നിങ്ങൾക്ക് ഏതാണോ അളവിൽ വേണ്ടത് ആ അളവിനും ആ ഡിസൈനിലും ആ സ്ട്രക്ചറിനും അനുസരിച്ച് നിങ്ങൾക്ക് മിറർ കട്ട് ചെയ്ത് മോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആ മിററിനൊരു ബേസ് ഉണ്ടാക്കുക എന്നാണ്. എൻ്റെ മിറർ സർക്കിൾ ആയതുകൊണ്ട് തന്നെ ആ സർക്കിളിൽ ഒരു ബേസാണ് ഉണ്ടാക്കിയത്. ഞാൻ യൂസ് ചെയ്തത് പ്ലൈവുഡാണ്. നിങ്ങൾക്ക് എംവുഡ് യൂസ് ചെയ്യാം, മൾട്ടിവുഡ് യൂസ് ചെയ്യാം, ഫോം ഷീറ്റ് യൂസ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് എന്താണോ വേസ്റ്റായി കിടക്കുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് സർക്കിൾ ചെയ്യാവുന്നതാണ്. മൾട്ടിവുഡൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്ത് സർക്കിൾ ചെയ്യാവുന്നത്, സാൻഡ് പേപ്പർ സാൻഡ് ചെയ്തിട്ട് ജസ്റ്റ് സർക്കിൾ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 18 ഇഞ്ചിൻ്റെ സർക്കിൾ റേഡിയസ് വരുന്ന മിററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലൈവുഡ് സർക്കിളായിട്ട് കട്ട് ചെയ്തത് 16 ഇഞ്ചിലേക്കാണ്. അതായത് 2 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തത്. 2 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്യാൻ കാരണം നമ്മുടെ മിററിനെക്കാട്ടും ഉള്ളിലേക്കാണ് ഈ പ്ലൈവുഡ്, അതായത് ഈ ബേസ് വരേണ്ടത്. ആ ബേസിലേക്കാണ് നമ്മൾ LED സ്ട്രിപ്പ് ലൈറ്റ്, LED മിറർ ലൈറ്റിന് LED സ്ട്രിപ്പ് നമ്മൾ അതിലാണ് ഒട്ടിക്കേണ്ടത്, ആ ബേസിലാണ് ഒട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇഞ്ചെങ്കിലും ഉള്ളോട്ടേക്കാണ് ആ പ്ലൈവുഡാണോ മൾട്ടിവുഡാണോ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ യൂസ് ചെയ്തതിൻ്റെ സർക്കിൾ ടോട്ടൽ റേഡിയസ് നമുക്ക് വേണ്ടത്. മിററിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ കവർ ചെയ്യേണ്ടതാണ്. വർക്ക് ചെയ്യുമ്പോൾ അതിൽ കലകളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം കവർ ചെയ്തിട്ടാണ് നോക്കുക. കവർ ചെയ്തിട്ടില്ല തന്നെ നിങ്ങൾ അതിൻ്റെ അടിയിൽ തുണിയോ മറ്റോ വിരിച്ച് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഈ ബേസ് ഒട്ടിക്കാൻ എടുത്തത് അറാൾഡിട്ടാണ്. അറാൾഡിട്ട് എൻ്റെ അടുത്ത് 200 ml ബോട്ടിലാണ്. ഈ അറാൾഡിട്ട് തന്നെ 50 ml വേണ്ടു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 50 ml സാഷെ ട്യൂബ് മോഡൽ അറാൾഡിട്ട് ഹാർഡ്വെയർ ഷോപ്പിൽ ലഭ്യമാണ്. അറാൾഡിട്ട് ഇട്ടതിന് ശേഷം ആ പ്ലൈവുഡിൻ്റെ പീസ് മിററിൻ്റെ ബാക്ക് സൈഡിലേക്ക് ശരിക്കും അതായത് എല്ലാ സൈഡിലേക്കും 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അത് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒട്ടിച്ച് വെക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് അതിൻ്റെ മേലെ ഒരു 2 മിനിറ്റത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വെയിറ്റ് വെച്ചിട്ട് അത് അറാൾഡിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റാകുന്നതാണ്. അറാൾഡിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുക. പ്ലൈവുഡ് സെറ്റായതിനു ശേഷം അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ബ്രാക്കറ്റ്സ് വാളിലേക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ്സ് ഫിറ്റ് ചെയ്യലാണ്. സെയിം അറാൾഡിട്ട് കൊണ്ട് തന്നെയാണ് ബ്രാക്കറ്റ്സും ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ബ്രാക്കറ്റ്സ് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് കിട്ടും. മിറർ ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. അത് അറാൾഡിട്ട് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഇനി ഓവർ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെറിയ ഒരു 1/4 ഇഞ്ചിൻ്റെ സ്ക്രൂ കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായി, പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ചെയ്ത് വെച്ചാൽ LED ലൈറ്റിൻ്റെ ഡ്രൈവ് നമുക്കത് കൺസീൽഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം മിറർ ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് കൺസീൽഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാളിലേക്ക് ഒരു ഹോള്, LED ഡ്രൈവ് കൺസീൽഡ് തക്കതുള്ള ഒരു ഹോള് അവിടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ ചെയ്തത് ആ പ്ലൈവുഡിലേക്ക് LED സ്ട്രിപ്പ് ഒട്ടിക്കുന്നതാണ്. ഞാനിവിടെ ഏകദേശം 1 മീറ്ററോളം LED സ്ട്രിപ്പാണ് ഞാൻ വാങ്ങിച്ചത്. 1 മീറ്റർ LED സ്ട്രിപ്പും ഒരു 12 വോൾട്ടിൻ്റെ 2 ആംപിയർ 12 വോൾട്ടിൻ്റെ ഒരു ഡ്രൈവുമാണ് വാങ്ങിച്ചത്. LED സ്ട്രിപ്പ് നല്ല വൃത്തിയായി ക്ലിയറായി ഒട്ടിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വൃത്തിയായി ക്ലിയറായി തുടച്ച് മാത്രമേ LED സ്ട്രിപ്പ് നിങ്ങൾ ഒട്ടിക്കാൻ പറ്റൂ. ഡ്രൈവിൻ്റെ ഒരു ഭാഗത്ത് LED സ്ട്രിപ്പിൻ്റെ 2 ലൈനും മറുഭാഗത്ത് AC കറണ്ടിൻ്റെ ലൈനുമാണ് ചെയ്യേണ്ടത്. എനിക്കിവിടെ ഡ്രൈവിന് ഏകദേശം 200 രൂപയും LED സ്ട്രിപ്പിന് ഏകദേശം 100 രൂപയാണ് ആയത്. ശേഷം ബ്രാക്കറ്റിൻ്റെ ഹോൾ ഒരു ടേപ്പ് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ആ ടാപ്പ് വാളിലേക്ക് ഫിക്സ് ചെയ്ത് ഡ്രിൽ ചെയ്തിട്ട് 6 mm ബിറ്റിട്ട് ഡ്രിൽ ചെയ്തിട്ട് വാൾ പ്ലഗ് ആയിട്ട് സ്ക്രൂ ചെയ്യുക എന്ന ടാസ്ക്കാണ് അത് ചെയ്യുക. നിങ്ങൾക്ക് ചുമരിലേക്ക് ഹോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയ ഡ്രൈവ് വാങ്ങാൻ കിട്ടും. ചെറിയ ഡ്രൈവിൻ്റെ കവർ അയച്ചു കഴിഞ്ഞാൽ ചെറിയ സിമ്പിളായ പാർട്ടായിരിക്കും.
അത് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് അത് സേഫ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത്. സ്ക്രൂ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ LED മിറർ ലൈറ്റ് വാളിലേക്ക് ഹാങ് ചെയ്യുക. ഹാങ് ചെയ്യുമ്പോൾ ഡ്രൈവ് ആ ചുമരിൻ്റെ ഹോളിലേക്ക് കൺസീൽഡ് ആയെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം AC വയറിലേക്ക് അതിൻ്റെ ഡ്രൈവിൻ്റെ ഔട്ട് പോയിൻ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കി ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം പ്രൊട്ടക്റ്റീവായി നമ്മൾ ഒട്ടിച്ചു വെച്ച പേപ്പർ അത് റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിറർ LED ലൈറ്റ് ഇവിടെ സെറ്റായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ക്രിയേറ്റീവ് വീഡിയോസിന് വേണ്ടി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.